അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാനൊരു 5 തരത്തിലുള്ള പരിപ്പ് വെച്ചിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്, കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ തുവരപ്പരിപ്പ്, സാമ്പാറിലൊക്കെ ഇടുന്ന തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ മസൂർ പരിപ്പാണ്. മസൂർ പരിപ്പ് എൻ്റെ ബോളായിട്ടുള്ളതാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ആ ചുവന്ന കളറിലുള്ള പരിപ്പില്ലേ, അതാണ് മസൂർ പരിപ്പ്. ആ പരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഈ അളവിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഞാനൊരു 1/4 കപ്പിൻ്റെ അളവിലാണ്. അപ്പോൾ എടുക്കുമ്പോൾ എല്ലാം ഒരേ അളവിൽ തന്നെ എടുക്കുക, 1/4 കപ്പ് വീതം. ഞാനിപ്പോൾ ഈ ഒരു 1/4 കപ്പിൻ്റെ അളവിലാണ് എല്ലാം ഒരേ അളവിൽ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് കഴുകിയിട്ട് 1 മണിക്കൂറോളൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. വെള്ളമൊഴിച്ച് സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് 1 മണിക്കൂറിന് ശേഷം ഒന്നും കൂടി ഒന്ന് കഴുകി ഇതുപോലെ സ്ട്രെയിനറിലേക്ക് ഇട്ട് വെക്കാം, വെള്ളം പോകാൻ വേണ്ടി വെക്കാം. അതിനുശേഷം ഒരു കുക്കറാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് വെളിച്ചെണ്ണ ഓയിൽ ഒന്നും ഒഴിക്കുന്നില്ല, നേരിട്ട് നല്ല ജീരകമാണ്, 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കർ നല്ല ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. അപ്പോൾ സവാള ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് സവാള പൊടിയായി അരിഞ്ഞതാണ്. ഇതിലിട്ടിട്ടൊന്ന് വഴറ്റാം. അതും എണ്ണ ഒഴിക്കാണ്ടാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. ഇതൊരു പിങ്ക് കളറാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് പരിപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമുക്കതൊരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കൊരു പിങ്ക് കളറാക്കി എടുക്കാം. ലൈറ്റ് പിങ്ക് കളറായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് ഈ പരിപ്പ്, വെള്ളം കളഞ്ഞ് വെച്ചിട്ടുള്ള പരിപ്പുകളില്ലേ, അത് ഇതിലിട്ടിട്ടൊന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അതും ഇതുപോലെ ചെറിയ തീയിലിട്ട് വഴറ്റിയാൽ മതി. ഒരു 4 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റാം കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് ഒരു 4 മിനിറ്റോളൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വഴന്ന് വരട്ടെ. വഴന്ന് വന്നതിന് ശേഷം നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അത് കുക്കറിലല്ല, നിങ്ങൾ പാത്രത്തിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ വഴറ്റിയിട്ട് ഇതുപോലെ ചെയ്തിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് വേവിക്കണം. ഇതിപ്പോൾ കുക്കറിലായതുകൊണ്ട് കുറച്ച് വെള്ളം, പരിപ്പിനേക്കാളും കുറച്ചും കൂടി പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് പാത്രത്തിലാണെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. ഇത് വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിലേക്ക് ഒരു തക്കാളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. 1.5 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നോർമൽ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഞാൻ കാശ്മീരി ആയതുകൊണ്ട് 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പരിപ്പിനേക്കാളും കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുക്കറിലല്ല നിങ്ങൾ വേവിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അധികം വെള്ളം ഒഴിച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. ഒരൊറ്റ വിസിൽ അടിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരൊറ്റ വിസിലടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് പുളി, ഒട്ടും പുളിയില്ലാത്ത തൈരാണ് 1/4 കപ്പ് എടുത്തിട്ടുള്ളത്. പുളിയുള്ള തൈരാണെങ്കിൽ നിങ്ങൾ കുറച്ച് അതിനനുസരിച്ച് യൂസ് ചെയ്താൽ മതി. അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നല്ല കട്ടയൊക്കെ ഉടച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ കുക്കർ ഒരൊറ്റ വിസിലേ അടിച്ചിട്ടുള്ളൂ. കുക്കർ തുറന്ന് പരിപ്പ് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ച് തൈരില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളിയുള്ള തൈരാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കുറച്ച് ഒഴിക്കുന്നത്. പുളിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ 1/4 കപ്പ് ചേർത്തത് കേട്ടോ. ഇത് നന്നായി ഒന്ന് യോജിപ്പിക്കാം. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായി തിളപ്പിക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. കണ്ട പരിപ്പ് പോലെ വെന്ത് കണ്ടോ, കുറേയൊക്കെ ഉടഞ്ഞിട്ടുണ്ട്, കുറേയൊക്കെ ചെറുതായി ഇങ്ങനെ കടിക്കുന്ന രീതിയിലാണ് കിടക്കുന്നത്. ഒന്ന് അത്യാവശ്യം നല്ലോണം ഉടയും വേണം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ചപ്പാത്തിക്കും റൈസിനൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. റൈസിന് ഇതും കുറച്ച് തൈരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് കഴിക്കാം. ചപ്പാത്തിക്കും കഴിക്കാൻ പറ്റുന്നതാണ്. കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഒരു 3-5 മിനിറ്റ് ഒന്ന് തൈര് ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിച്ചിട്ട് അതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മല്ലിയിലിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പണി. നമുക്ക് കടുക് പൊട്ടിക്കുക ഒന്നും ആവശ്യമില്ല, എണ്ണ ഒട്ടും ഉപയോഗിക്കുന്നില്ല. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. ഇപ്പം ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻസിൽ അറിയിക്കുക. നമുക്ക് റൊട്ടിക്കും ചപ്പാത്തിക്കും കുബൂസിനൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.